ഇന്ത്യ വിജയിച്ചു. ഇന്ത്യ വിജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചില കളികളിൽ സഞ്ജുവിന് ഫോമായില്ലെങ്കിൽ ജനങ്ങൾ സഞ്ജുവിനെ കുറ്റക്കാരാക്കുകയും സഞ്ജു ഫോമില്ലെന്ന് പറയുകയും ചെയ്തു. പക്ഷേ നിർണായക ഘട്ടങ്ങളിൽ സഞ്ജുവിനെ ആവേശകരമായി ഇന്ത്യൻ ടീമിന്റെ നിർണായക കളികളിലും കപ്പടിച്ചു കൊടുത്തുകൊണ്ട് സഞ്ജു ആവേശമായിരുന്നു. 3 മാച്ചിൽ തുടർന്ന് 50 അടിച്ച ഏക പ്ലെയർ സഞ്ജു സാംസൺ. അത് കേരളത്തിന്റെ വലിയൊരു അഭിമാനമാണ്. സഞ്ജു ഇന്ത്യൻ ടീം സഞ്ജുവിന്റെ കളി തുടങ്ങാൻ പോകുന്നല്ലോ. ഇനി കളി തുടങ്ങാൻ പോകുന്നു നമ്മളെ കളി. ആര്? സഞ്ജു സാംസണും കേരളത്തും പിന്നെ ഇന്ത്യ ജയിച്ചില്ലേ. ഇനി എന്താണ് കളി? ഇനി തന്നെ കളി. കൊള്ളാം, നല്ല രസമുണ്ട്. കളി വന്നിട്ടുണ്ട് സഞ്ജു സാംസൺ. ഇവിടെ വീണ്ടും വരും സഞ്ജു സാംസൺ. കൊണ്ടുവരെ ഇവരെ കണക്കുള്ള പയ്യന്മാരുണ്ട്. അതുകൊണ്ട് സഞ്ജു സാംസൺ ഇതാണ് നമ്മ മുത്താണ് സഞ്ജു. അഭിമാനം തോന്നുന്നു. നമ്മളെ ഇന്ത്യ കപ്പടിച്ചതിലേക്കാൾ അഭിമാനമാണ്. നമ്മളൊരു മലയാളി നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മളെ ഇന്ത്യയെ തോളിലേറ്റി കപ്പടിച്ചിരിക്കുന്നു. നോക്ക്, അത് മതി ഓരോ ഇന്ത്യക്കാരനെ സന്തോഷിക്കാൻ. ഞങ്ങളെ വിഴിഞ്ഞത്തുകാർക്ക് അത് മതി. പറഞ്ഞല്ലേ ഇന്ത്യ ജയിക്കുമെന്ന്. സഞ്ജു ജയിക്കും. അവ അടിച്ച് ജയിക്കും. 3 കളി ഇന്ത്യയുടെ ജയിക്കും. എല്ലാം ഒന്ന് ഓസ്ട്രേലിയ അടിച്ചവൻ. അപ്പൊ ഇന്ന് ഇവനോട് സൗത്ത് ആഫ്രിക്ക പിന്നെ പോയ ഒരു കളി ആര് അവനോട് 96 അടിച്ച് 3 കളി അടിച്ചത് അവനാണ്. ന്യൂസിലാൻഡ് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് സഞ്ജുവിനെ ഫോം ഔട്ടാക്കി. അതിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തത്. ഈ പതാകയ്ക്ക് വേണ്ടി അയാൾ കൊടുത്തത്. അത്ര മാത്രമേ പറയുള്ളൂ. ഒന്നുമല്ല, ഈ പതാകയ്ക്ക് വേണ്ടി അയാൾ കളിച്ചു. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അയാളുടെ സെഞ്ചുറി നോക്കിയില്ല, അയാളുടെ ഹാഫ് സെഞ്ചുറി നോക്കിയില്ല. ഇയാൾ ഈ പതാകയ്ക്ക് വേണ്ടി കളിച്ചു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിച്ചു. അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെയാ. ഇല്ല പറഞ്ഞല്ലേ നമ്മുടെ നാട്ടില് നമ്മളെ ചെറുക്കൻ ഇത്ര രീതിയിൽ വന്ന് ഇന്ത്യൻ ടീം ജേഴ്സി ആണെങ്കിൽ നല്ല രീതിക്ക് പ്രൊപ്പോസ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോയി ഫൈനൽ എത്തിപ്പിച്ച് ഫൈനൽ കപ്പടിച്ചു കൊടുത്തു. അതിൽ അഭിമാനമാണുള്ളത്. ഇതേപോലെ ഓരോരോ രീതിയിലും ഓരോരോ പ്ലേയേഴ്സ് ഇതേപോലെ മുന്നോട്ട് കയറി ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ആണെങ്കിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം. ഇതേപോലെ ആയിക്കോട്ടെ. സഞ്ജു കളി 2007 നിങ്ങളും ഞങ്ങളും ഒക്കെ കൈയടിച്ചത് പ്രഥമ വേൾഡ് കപ്പില് ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കുന്ന സമയത്ത് ഒരു മലയാളി നേടി ക്യാച്ചിന്റെ പേരിലാണ്. ഓർമ്മയുണ്ടെന്ന് അറിയില്ല. മിസ്ബാഹ് അടിച്ച ക്യാച്ച് ശ്രീശാന്ത് കൈയൊതുക്കുമ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷിച്ചത്. അത് അന്നൊരു ക്യാച്ചിന്റെ പേരിൽ നമ്മൾ സന്തോഷിച്ചു. ഇന്ന് ലോക ക്രിക്കറ്റിൽ എന്റെ അറിവിൽ ഇതുവരെയും ഒരു ലെജൻഡറി പ്ലെയർ പോലും ഒരു ഡു ഓർ ഡൈ മാച്ചസിൽ 3 കണ്ടിന്യൂസ് ഇന്നിംഗ്സ്, അതായത് 80s 90s അടിച്ച് ഒരു ടീമിന് ഇതുപോലെ വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നത് ലെജൻഡറി പ്ലെയർ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന കളിയെല്ലാം നമ്മൾ ഒരു ടൂർണമെന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല ഇന്നിംഗ്സിലായിട്ട് പലരും കളിച്ചത്. ഒരു ടൂർണമെന്റിൽ ഒരു പ്ലെയർ പോലും ഇങ്ങനെ കളിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരെ മാച്ചിൽ നമ്മൾ കോഹ്ലിയെ കണ്ടു. 2ാമത്തെ മാച്ചിൽ നമ്മൾ രോഹിത് ശർമ്മയെ കണ്ടു. 3ാമത്തെ ഇന്നിംഗ്സിനകത്ത് കോഹ്ലിയെ കണ്ടു, നമ്മൾ രോഹിത് ശർമ്മയെ കണ്ടു. അത്രയും മനോഹരം ഇന്നിംഗ്സ് ആണ്. സന്തോഷങ്ങൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരു മലയാളിയാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. അത് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ, എങ്ങനെയുണ്ട് കളി? എങ്ങനെ വിലയിരുത്തുന്നു? ആധികാരികമായിട്ട് പറയാം. കളി നല്ല കളിയായിരുന്നു. ഓപ്പണിംഗ് നല്ല കർഷകമായിരുന്നു. ഇന്ത്യ ബോളേഴ്സിനെ നല്ല രീതിക്ക് ബോളിംഗ് ചെയ്തായിരുന്നു. പിന്നെ ഫീൽഡിംഗ് ഒക്കെ നല്ല രീതിക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്ത്യ ഇന്ന് ജയിച്ചത്. നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ പ്ലേയേഴ്സ് എല്ലാം. സഞ്ജു ഒരു പ്രോമിസിംഗ് സ്റ്റാർ ആയിട്ട് കയറി വരും. സഞ്ജു ഇനി വരുന്ന കളികളിൽ ഈ ഒരു അതെ ഓഡിയ ടീമിലൊക്കെ ചാൻസ് ഉണ്ട് സഞ്ജുവിന് എടുക്കാൻ വേണ്ടി. ടെസ്റ്റ് ടീമിനാണെങ്കിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. നല്ല പെർഫോമൻസാണ്. കൺസിസ്റ്റൻസ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഇന്ത്യൻ ടീമിലെ എല്ലാ ഫോർമാറ്റിലും കളിക്കും സഞ്ജു. ഇതുപോലുള്ള കുറെ താരങ്ങൾ ഇനിയും കേരളത്തിലുണ്ട്. ഉണ്ട്. ഉറപ്പായിട്ട് കേരളത്തിൽ ഇഷ്ടം പോലെ താരങ്ങളുണ്ട്. ഇന്ത്യൻ ടീമിൽ അവർ എടുക്കണം. സൗത്ത് നിന്ന് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എടുത്താൽ നമ്മൾ ഇതേപോലെ സഞ്ജു സാംസണിന്റെ പ്ലേയേഴ്സ് ഒക്കെ വരും. ഈ BCCI 10 വർഷമായിട്ട് സഞ്ജുവിനെ താഴ്ന്നിട്ട് കൺസിസ്റ്റൻസിയില്ല. ഇപ്പൊ എന്താ ഒരു T20 വേൾഡ് കപ്പില്ല, അത് ലോകം ഫുള്ള് കണ്ടിരിക്കുന്ന ഒരു വേൾഡ് കപ്പ്. ഈ കാലത്ത് പ്രീ ക്വാർട്ടർ ഫൈനൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന് തോറ്റി പുറത്താന്ന് പറഞ്ഞ ആ കളി സെമി ഫൈനൽ 18 അടിച്ചു. ഫൈനലിലൂടെ 18 അടിച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് കൺഫേം. ഈ ഫൈനലിലെ പ്ലെയർ ഓഫ് ദ
ദ മാച്ച് സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു. അപ്പൊ അവന്റെ കൺസിസ്റ്റൻസി അവൻ തെളിയിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും BCC സെലക്ടേഴ്സ് ഒക്കെ സഞ്ജുവിന്റെ അടുത്ത് പരിതാപകരമായിട്ട് പെരുമാറണം. മനസ്സിലായി, അവന് കിട്ടേണ്ട ചാൻസ് ഇനിയെങ്കിലും കൊടുക്കണം. ഇനി അവനെ തഴയരുത്. ഇത്രമാത്രം അഭ്യർത്ഥന. ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തിരിക്കുന്ന കേരള എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന്, അതും കേരളത്തിൽ നിന്ന് എൻഡിലൊന്ന് വരുമ്പോൾ വിഴിഞ്ഞത്തു നിന്നാണ് ആ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു മലയാളി താരം ഇത്രയും പൊങ്ങി കയറാൻ അവന്റെ കഷ്ടപ്പാട് എല്ലാം കയറി വരികയാണെങ്കിൽ സഞ്ജു സാംസൺ എவ்வளவு பெரிய ആളായിരിക്കണം. അവന്റെ വളർച്ചയെ നമ്മൾ അഭിനന്ദിക്കണ്ടേ. അവനെ ഒന്ന് നോക്കിയെടുക്കണം. BCC അവനെ നേരെ എടുക്കണം. ആണ് സഞ്ജു 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 ഒന്ന് പറയല്ലോ, സഞ്ജുവിന്റെ കപ്പ് തൂക്ക്. വലിയ ആഘോഷമാണ് ഹരി ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പൊളിയാണ് സഞ്ജു, പൊളിയാണ്, ഇപ്പോഴും പൊളിയാണ്, പൊളിയാണ്. ഞാൻ ഒന്നും പറയില്ല. എല്ലാവരും സഞ്ജുവിന്റെ പേര് പറയുന്നു. ഒരു പ്ലെയർ ഉണ്ട് മുമ്പറ, അവന്റെ ഇന്ത്യ ടീമില്ല. 2024 വേൾഡ് കപ്പിലും അവന്റെ കളി കളിച്ച് ഈ കാരണം അവന്റെ കളി കളിച്ചു. മുമ്പറ ഇന്ത്യ ഇല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് എങ്ങനെയുണ്ട് കളി? കളിയാ വേറെ ലെവല്, കളി വേറെ ലെവല്. അഭിമാന നിമിഷമാണ്. സഞ്ജുവിനെ കുറിച്ച് ഞങ്ങൾ പുറത്തേ ഉള്ളു. സഞ്ജു കളി പോവാം, ഇന്ത്യ ജയിക്കും. സെഞ്ചുറിക്ക് 11 റൺസ് മാത്രം കാണിക്കുന്നില്ലോ. നമ്മുടെ സഞ്ജുവിനെ കാണിക്കുന്നില്ല. സഞ്ജു കാണിക്കും ബ്രോ. സഞ്ജു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണിക്കുമായിരുന്നു. സഞ്ജു ക്യാപ്റ്റൻ അല്ല, കാണിക്കും. മൂട്ടേമ് ഈ ഫൈനലിസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? സഞ്ജുവാണ്. സഞ്ജുവിനെ കാണിക്കുന്നില്ല. ആ ഒരു വികാരമാണ് വിഴിഞ്ഞം. വികാരമാണ് വിഴിഞ്ഞം അല്ലേ? വികാരമാണ് വിഴിഞ്ഞം. സഞ്ജു ഇല്ലാത്ത ഇനി ഒരു ടീമില്ല. സഞ്ജു ഇല്ലാത്ത ഇന്ത്യ ടീമില്ല. സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്കോർ ഇന്ത്യ ചെയ്തത്. അതിന് ഒരു ഇതില്ല. ഇന്ത്യൻ ടീമിന്റെ മെയിനായിട്ട് പിടിച്ചു നിർത്തിയ 2 വ്യക്തികളെ ഉള്ളൂ. 2 വ്യക്തികള്. സഞ്ജു വീസ് ബുംറ ഇല്ലാത്ത ടീമില്ല. ഇനി ഇന്ത്യ ടീമില്ല. ബുംറ ടു സഞ്ജു ടു ബുംറ. ഇതില്ലാത്ത ഒരു ടീമില്ല. അതാണ് ഈ സഞ്ജുവിനെ കാണിക്കാത്തുള്ള ഒരു വികാരമാണ് അവൻ കാണിച്ചത്. ഓക്കെ, കളി എങ്ങനെയുണ്ട്? ഉഷാറായില്ല? കളി നല്ല ഉഷാറായി. നമ്മുടെ തീരത്തിന്റെ മുത്ത് ഫസ്റ്റായിട്ട് വേൾഡ് കപ്പിൽ മുത്തമിടാൻ പോവുകയാണ്. അതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. അതിന് വലിയൊരു നിമിഷമാണ് എനിക്ക് ഈ ഒരു നിമിഷം. കാരണം വെച്ചാൽ ഒരു തീരത്തിന്റെ മുത്ത് നമ്മുടെ വേൾഡ് കപ്പിൽ ഒരു മുത്തമിടാൻ പോവുകയാണ് ഫസ്റ്റായിട്ട്. അത് ഓർക്കുമ്പോ തന്നെ എന്ത് പറയാൻ വാക്കുകളില്ല എനിക്ക്. അഭിമാനം. മലയാളി ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് ഇതുവരെ ഇന്ത്യ ജയിച്ചിട്ടില്ല. മലയാളി ഉണ്ടോ ആ വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചിരിക്കും. അതുകൊണ്ട് സഞ്ജു ഹീറോ ടു ഹീറോ. അതിന് ഞങ്ങൾ വിജയത്തേർക്ക് വളരെ അഭിമാനം. ഒരു വേൾഡ് കപ്പ് പോലും ഒരു രാജ്യം പോലും സ്വന്തം രാജ്യത്തിൽ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യ സ്വന്തം നാട്ടിൽ വേൾഡ് കപ്പ് നടന്നത്. ഒരു രാജ്യം പോലും വേൾഡ് കപ്പ് സ്വന്തം നാട്ടിൽ നേടിയിട്ടില്ല. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം രാജ്യത്ത് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്? മലയാളി കരുത്ത് സ്വന്തം രാജ്യത്തിൽ നേടിയിട്ടുള്ളത്. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഒരു രാജ്യം നേടിയിട്ടില്ല. അത് ഞങ്ങൾ പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം പിടിച്ചെടുത്തു. സ്വന്തം രാജ്യത്തിൽ വേൾഡ് കപ്പ് ഞങ്ങൾ പിടിച്ചെടുത്തു. ഒരു രാജ്യവും എടുക്കാൻ പറ്റാത്ത ഒരു വേൾഡ് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവം ഞങ്ങൾ പിടിച്ചെടുത്തു. ആരെ പിടിച്ചെടുത്തു? ഞങ്ങൾ വിഴിഞ്ഞം പിടിച്ചെടുത്തു. വിഴിഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 3 ദിവസം മുമ്പേ അവിടെ നോക്കൂ, കട്ടൗട്ട് ലോർഡ്സ് ടീമിന്റെ ഞങ്ങള് ലോർഡ്സ് ടീമിന്റെ കട്ടൗട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ആ കട്ടൗട്ട് വയ്ക്കണം പറഞ്ഞു. അതേ രീതിയിൽ നമ്മളെ പയ്യൻ ഇന്ന് വിലസി ചാമ്പി. ഞങ്ങൾ ലോർഡ്സ് ടീമിന് വളരെ അഭിമാനം.
സഞ്ജുവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.